അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്, ഒരു അബായുടെ സ്റ്റിച്ചിങ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അതിലോൾ എന്ന ഓപ്ഷൻ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പേപ്പറിലൊന്ന് ആദ്യം കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് മാർക്ക് ചെയ്യുക, എങ്ങനെ കട്ട് ചെയ്യുക എന്നൊക്കെ. അപ്പോൾ ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് അത് നീളത്തിലൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുഭാഗം വീണ്ടും ഒന്ന് മടക്കുക. ഇങ്ങനെയാണ് നമ്മൾ അബായുടെ തുണി മടക്കേണ്ടത്. എന്നിട്ട് നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അത് നമ്മളെ ഷോൾഡറിൻ്റെ ആ ഭാഗത്തായിട്ട് ഒരു സ്റ്റിച്ചിങ് ലൈൻ ഉണ്ടാവുമല്ലോ, അതാട്ടോ. എന്നിട്ട് ഇതുപോലെ കഴുത്ത് മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ 5 ഇഞ്ചും ലെങ്ത്തും 2.5 ഇഞ്ച് വിടുത്തുമാണ് കഴുത്തിനെടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അതിൻ്റെ ഉള്ളിലും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ കഴുത്ത്, ഞാനിപ്പോൾ കഴുത്താണ് എടുത്തിട്ടുള്ളത്, ഇതുപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈൻ്റെ ഭാഗം, അതായത് നമ്മൾ കഴുത്തടുത്തപ്പെടുത്തിയിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ ഒരു കേവ് ഷേപ്പിൽ വരച്ചു കൊടുക്കുക. എന്നിട്ടത് താഴോട്ട് വരയ്ക്കുക. ഇങ്ങനെയാണ് നമ്മൾ അബായുടെ ഷേപ്പ് വരിക. അപ്പോൾ കൈൻ്റെ വീതി ഞാൻ 10 ഇഞ്ചാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇത്ര ലൂസ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കുക. അതുപോലെ എൻ്റെ ലെങ്ത്ത് 54 ഇഞ്ചാണ്. പിന്നെ താഴ്ഭാഗത്ത് ഒരുപാട് വീതി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നോർമൽ അബായുടെ വീതി എടുത്താൽ മതി കേട്ടോ. ഇങ്ങനത്തെ ടൈപ്പ് ആകുമ്പോൾ കുറച്ച് വീതി ഉണ്ടാവും താഴത്തോട്ട്. നമ്മൾ കഴുത്ത് കട്ട് ചെയ്യുക. കഴുത്ത് ആദ്യം ഫ്രണ്ടിനേക്കോ അല്ലെങ്കിൽ ബാക്കിനേക്കോ കട്ട് ചെയ്യണം, ഒരുമിച്ച് കട്ട് ചെയ്യരുത്. ഞാനിപ്പോൾ മറന്നിട്ട് ഒരുമിച്ച് കട്ട് ചെയ്തു. ഇതുപോലെ ചെയ്യരുത്. നമ്മൾ കൈൻ്റെ ആ ഭാഗത്ത് കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ അബായുടെ പണി. പിന്നെ ലെങ്ത്തിനനുസരിച്ച് ലെങ്ത്തും കട്ട് ചെയ്ത് കളയുക. ഇനി നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അബായുടെ ഷേപ്പ് ഇതുപോലെ ആയിരിക്കും കേട്ടോ. ഇനി ചെയ്യേണ്ടത് കഴുത്തിൻ്റെ ഭാഗം ഒന്ന് മടക്കി തയ്ക്കുക, ഷോൾഡർ ജോയിൻ ചെയ്യുക. അതുപോലെ കൈ മടക്കി തയ്ക്കുക, അല്ലെങ്കിൽ വേറെ പീസ് വെച്ചിട്ട് അടിക്കുക ചെയ്യുക. അത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് രണ്ട് പീസ് വെച്ചിട്ട്, ബാക്ക് പീസും ഫ്രണ്ട് പീസും വെച്ചിട്ട് 2 ഭാഗവും ജോയിൻ ചെയ്യുക. അതുപോലെ താഴെ മടക്കി തയ്ക്കുക. ഇത്രേ ഉള്ളൂ പണി. ഞാനിപ്പോൾ സ്ട്രെച്ച് മെറ്റീരിയൽ ആട്ടോ എടുത്തിട്ടുള്ളത്, ബനിയൻ ക്ലോത്തൊക്കെ ടൈപ്പ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പേപ്പറിൽ കാണിച്ച പോലെ മടക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ കഴുത്തും ആ ഭാഗത്ത് കൈയും പിന്നെ ലെങ്ത്തിനനുസരിച്ച് ഇവിടെയും കട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ കൈ അടയാളപ്പെടുത്താൻ പോവാണ്, നെക്ക് അടയാളപ്പെടുത്താൻ പോവാണ്. നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഒരു 1/4 ഇഞ്ച് അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ടത്, അതായത് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം കേട്ടോ, അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഒരു കറക്റ്റ് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ താഴോട്ട് നമ്മുടെ കഴുത്തിൻ്റെ ലെങ്ത്ത് ഞാനിപ്പോൾ 5 ഇഞ്ചാട്ടോ എടുക്കുന്നത്. അബായാക്കുമ്പോൾ ഇത്ര കഴുത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മളെ തലയൊന്ന് കൊണ്ടാൽ മതി. ഇനി വീതി ഒരു 2.5 ഇഞ്ചാണ് ഇട്ട് എടുക്കുന്നത്. അപ്പോൾ ആ 2.5 ഇഞ്ചിൽ 5 ഇഞ്ച് 2.5 ഇഞ്ച് അത് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു സ്ക്വയറായിട്ട് വരും. ഇനി അതിൻ്റെ ഉള്ളിൽ ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഉള്ളിലേക്ക് നമ്മൾ ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കുകയാണ്. അവിടെയാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി കഴുത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് യുവോ വിയോ ഏതാണെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തി കൊടുക്കുക. ഓപ്പൺ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ യു എടുത്തത്. ഓപ്പൺ ആണെങ്കിൽ വി ഷേപ്പാണ് അബായക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കഴുത്ത് അടയാളപ്പെടുത്തി നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ കൈ അടയാളപ്പെടുത്താൻ പോവാണ്. അപ്പോൾ കൈ ഞാൻ പറഞ്ഞു ഇത് കുറച്ച് ലൂസുള്ള കൈയാണ്. ലൂസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്ര എടുക്കണ്ട. ഇപ്പോൾ 10 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. 10 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കേവ് ഷേപ്പ് ആക്കിയിട്ട് താഴെ വരെ വരച്ചു കൊടുക്കുക. ഇതുപോലെ താഴേക്ക് എത്ര വീതി വേണം നോക്കിയിട്ട് അങ്ങോട്ട് വരച്ചു കൊടുക്കുക.
കറക്റ്റ് താഴേക്ക് വീതിൻ്റെ ആ ഒരു ഇവിടെ ഒന്നും അത്ര മെഷർമെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കൈൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഇതുപോലെ ഷേപ്പിൽ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ടൈലർമാരൊന്നും പറയുന്ന മാതിരി എനിക്ക് അങ്ങനെ കറക്റ്റ് പറഞ്ഞു തരാനൊന്നും അറിയില്ല കേട്ടോ. എനിക്ക് അറിയുന്ന പോലെ പറഞ്ഞു തരുന്നേ ഉള്ളൂ. നമുക്ക് കഴുത്തും കൂടി കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഉള്ളിൽ വരച്ച ആ ഒരു ലൈനിൽ കൂടിയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവർക്കുള്ള വീഡിയോ കേട്ടോ അത്. സ്റ്റിച്ചിങ് അറിയണമല്ലൊക്കെ എന്നോട് ക്ഷമിക്കുക. ഇനി ബാക്ക് നെക്ക് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നു, അപ്പോൾ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ ഒരു അരഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നിന്ന് 1 ഇഞ്ചാട്ടോ ഞാൻ എടുക്കുന്നത്. സാധാരണ അബായയുടെ ബാക്ക് നെക്ക് ഇങ്ങനെയല്ല തയ്ക്കുക, നമുക്കിപ്പോൾ ഈസി ആയിട്ട് തയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക. കൈൻ്റെ താഴെ വരെ ഓപ്പൺ ആക്കി കൊടുക്കുക. ഇനി നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് നമുക്ക് എത്ര ലെങ്ത്ത് വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 54 ഇഞ്ചാട്ടോ മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 2 സൈഡിൽ നിന്നും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യാം. ഞാനിപ്പോൾ റഫായിട്ട് തന്നെ വരയ്ക്കുകയാണ്. ഇത് നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ നിന്നും താഴോട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക. കാരണം നമുക്കവിടെ മടക്കി തയ്ക്കാനുള്ള ഒരു തുമ്പ് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അബായുടെ ഷേപ്പ് ഉണ്ടാവുക. ഞാൻ പറഞ്ഞു കൈൻ്റെ അവിടെ വേണമെങ്കിൽ ഒരു പീസ് വെച്ചിട്ട് അടിക്കാം, ഒരു ഡിസൈൻ വരണമെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു പീസ് ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പീസ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കൈൻ്റെ ലെങ്ത്ത് നോക്കണം. ഇപ്പോൾ ഞാൻ 3 ഇഞ്ചിൻ്റെ ഒരു പീസാട്ടോ എടുക്കുന്നത്. 3 ഇഞ്ചിൻ്റെ ഒരു നീളത്തിൽ 2 പീസ്, 2 കൈയിലേക്കും 2 പീസ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇനിയിപ്പോൾ ഈ പീസ് വെച്ചിട്ടില്ലെങ്കിലും നമ്മുടെ അത്യാവശ്യം വീതിയുള്ള അബായ തുണിയാണെങ്കിൽ ഈ പീസിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാനവിടെ ഡിസൈൻ വന്നോട്ടെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പീസ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ മടക്കിയിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുക. നല്ല ഭാഗം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ കൈൻ്റെ ലെങ്ത്ത് നോക്കുക, ചിലപ്പോൾ ഏറാൻ ചാൻസ് ഉണ്ട്. ഞാൻ സ്ട്രക്ചർ മെറ്റീരിയൽ ആയതുകൊണ്ട് എൻ്റെ മെഷീനിൽ സ്റ്റിച്ചിങ് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ട്വിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ കുഴപ്പമില്ല, മറ്റേത് അതിൽ സ്റ്റിച്ച് പിടിക്കില്ല. അപ്പോൾ ട്വിൻ നീഡിലാകുമ്പോൾ നമ്മൾ മുകൾ ഭാഗത്ത് 2 നൂല് കൊടുക്കണം. ഇതുപോലെ 2 നൂലുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഞാനിപ്പോൾ 2 നൂല് ഒരേ കളറില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ ചുറ്റിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ മെഷീനിൽ നൂല് കോർക്കുന്ന പോലെ കോർക്കുക. എന്നിട്ട് താഴ്ഭാഗത്ത് വരുമ്പോൾ 2 നീഡിലും ഓരോ നൂല് വീതം കോർത്ത് കൊടുക്കുക. എന്നിട്ട് സാധാരണ അടിനൂല് ഒരു അടിനൂല് മതി. എന്നിട്ട് നമ്മൾ സാധാരണ അടിനൂല് പുറത്തേക്ക് എടുക്കുന്ന പോലെ എടുക്കുക. ഞാനൊന്ന് അടിച്ച് കാണിച്ചു തരാം. അടിച്ച് എന്നൊക്കെ ഞങ്ങൾ പറയാം, തയ്ച്ച് എന്നൊക്കെയാണ്. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഒരു ഭാഗത്ത് 2 സ്റ്റിച്ച് കാണും, ഒരു ഭാഗത്ത് അടിഭാഗത്ത് 1 സ്റ്റിച്ചേ കാണുള്ളൂ. എന്നാലും സ്റ്റിച്ച് പിടിക്കും. സാധാരണ നീഡിൽ വെച്ച് തയ്ക്കുമ്പോൾ എങ്ങനെയായാലും ഇതിൽ സ്റ്റിച്ച് പിടിക്കില്ല. അപ്പോൾ ഇനി നമ്മൾ കഴുത്തടയ്ക്കാൻ പോവാണ്. അതിന് മുമ്പ് കഴുത്തിന് ചുറ്റും ഇതുപോലെ ചെറിയൊരു കട്ടിങ് കൊടുക്കുക. പിന്നെ നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ കുറച്ച് കഴുത്ത് കൂടിപ്പോകും. അപ്പോൾ കഴുത്ത് കുറച്ച് കട്ട് ചെയ്താൽ മതി. അതായത് ഒരു 5 ഇഞ്ച് കഴുത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 4.5 അടയാളപ്പെടുത്തിയാൽ മതി. അപ്പോൾ 1/2 ഇഞ്ച് നമ്മൾ മടക്കി തയ്ക്കാൻ പോകും. അപ്പോൾ ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് മടക്കി തയ്ക്കുക. അപ്പോൾ സാധാരണ അബായയുടെ ബാക്കിനൊക്കെ ഇങ്ങനെ അല്ല കേട്ടോ സ്റ്റിച്ച് ചെയ്യുക. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ 2 ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇതുപോലെ തയ്ച്ചു കൊടുക്കുക.
നമുക്ക് ഫ്രണ്ടിനൊക്കെ അതുപോലെ തയ്ച്ചു കൊടുക്കാം. പിന്നെ ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ ചുരിദാറൊക്കെ അടിക്കാറുണ്ട്, നമ്മളെ വീട്ടിലുള്ളവർക്കൊക്കെ അടിച്ചു കൊടുക്കാറുണ്ട്, അല്ലാതെ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കറക്റ്റ് ടൈലേഴ്സ് പറയുന്ന പോലെ ഒന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ 2 ഷോൾഡർ ഭാഗവും ജോയിൻ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നെക്കിൻ്റെ അവിടുന്ന് കൈൻ്റെ അങ്ങോട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ 2 ഭാഗവും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈയിൻ്റെ ഭാഗം അടിക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ കൈയിൻ്റെ ഭാഗം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ പീസ് വെക്കണ്ടെന്നുണ്ടെങ്കിൽ മടക്കി തയ്ച്ചാൽ മതി. ഞാനിപ്പോൾ ഈ പീസ് വെച്ച് കൊടുക്കുകയാണ്. നല്ല ഭാഗം വെച്ചിട്ട് ഇതുപോലെ മടക്കിയിട്ട് അവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. പിന്നെ ഈ ടൈപ്പ് തുണിയാകുമ്പോൾ ഒരുപാട് വലിച്ച് അടിക്കരുത് കേട്ടോ, ലൂസാക്കി പിടിക്കണം. സാധാരണ തുണിയാണെങ്കിൽ ഈ നീഡിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നമുക്ക് ഈ നീഡിലിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ തയ്ച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊരു സ്റ്റിച്ച് കൊടുക്കുക, വൃത്തിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ഭാഗത്ത് ഇങ്ങനെ വരുമ്പോൾ 2 സ്റ്റിച്ച് കാണും കേട്ടോ, അത് കുഴപ്പമില്ല, കാരണം അവിടെ ഒരു ഡിസൈനായിട്ട് അങ്ങനെ നിന്നോളും. അപ്പോൾ ഇതുപോലെ തയ്ച്ചു, മറ്റേ കൈ ഇതുപോലെ തയ്ച്ചു കൊടുക്കുക. നമ്മൾ ഈ പീസ് വെക്കുമ്പോൾ നിങ്ങളെ കൈൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കുക. അത്യാവശ്യം വീതിയുള്ള തുണിയാകുമ്പോൾ ഇതുപോലെ പീസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈ കുറച്ച് അധികമായി പോയും. അപ്പോൾ നിങ്ങൾ കൈൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് വെക്കുക. ഇനി നമ്മൾ 2 ഭാഗം ജോയിൻ ചെയ്യാൻ പോവാണ്. കൈൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് താഴെ വരെ ജോയിൻ ചെയ്യാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഒരു അരമണിക്കൂറിൻ്റെ പണിയുള്ളൂ ഈ ഒരു അബായ തയ്ച്ചെടുക്കാനായിട്ട്. ഇതുപോലെ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 ഭാഗം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗം മടക്കി തയ്ക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അടിഭാഗം മടക്കി തയ്ക്കുമ്പോൾ ചിലർക്ക് വൃത്തിയായിട്ട് നിൽക്കില്ല. അങ്ങനെ നിൽക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക, ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അടുത്ത മടക്കിയിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ വൃത്തിയായിട്ട് നിൽക്കും. ഇങ്ങനെ രണ്ടും ഒരുമിച്ച് മടക്കുമ്പോൾ ചിലപ്പോൾ വൃത്തിയായിട്ട് നിൽക്കില്ല. ഞാനിപ്പോൾ രണ്ടും ഒരുമിച്ചിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. രണ്ടും മടക്കം ഒരുമിച്ച് മടക്കിയിട്ടാണ്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു സ്റ്റിച്ചിങ് കൂടി കൊടുക്കണം. ഇതുപോലെ ഇവിടെയും കൂടി കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അബായയുടെ പണി. ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ താഴ്ഭാഗത്ത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ സ്റ്റിച്ചിങ് പഠിക്കാത്തവർക്ക് പോലും ഇത് തയ്ച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.